നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകും. 119 സങ്കീർത്തനം. ഋതുഭേദങ്ങളില്ലാതെ പൂക്കുന്ന പൂവാണ് സ്നേഹമെന്ന് പറയുന്നത് പോലെ കൺവെൻഷനുകൾ എവിടെയും എപ്പോഴും നടക്കാറുണ്ടെങ്കിലും കേരളക്കരയിൽ കൺവെൻഷനുകളുടെ വസന്തകാലം ആരംഭിക്കുന്നത് പുതുവത്സരത്തിൻ്റെ ആദ്യ നാളുകളിലാണ്. വചനത്തിൻ്റെ വെളിച്ചം കുടിച്ച് ഉള്ളങ്ങൾ ഉണരേണ്ട കാലം. വചനം ജഡം ധരിച്ച ക്രിസ്തുവാണ് നമ്മുടെ വെളിച്ചം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്ന വചനം കുടിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളങ്ങളിൽ നല്ല വിചാരങ്ങൾ പൂവിടുന്നത്. അങ്ങനെയാണ് നാം തന്നെ സ്വർഗത്തിൻ്റെ പൂവാടികളായി ഭൂമിയിൽ വിരിയുന്നത്. ഇതാണ് യഥാർത്ഥ വസന്തം. ഈ വസന്തത്തിൻ്റെ ഉണർത്തുപാട്ടായി ഈ സഭയ്ക്കും ഈ സമൂഹത്തിനും ഭദ്രാസനത്തിനും 62ാമത് ചുങ്കത്തറ കൺവെൻഷൻ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് ലഭിച്ച ദൈവത്തിൻ്റെ വരദാനമാണ് കുന്നുംകുളം മലബാർ ഭദ്രാസനാധിപൻ അഭിവന്ധ്യ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ തിരുമേനി. നീതിயின் സൂര്യനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അഭിവന്ധ്യ തിരുമേനിയുടെ പ്രവർത്തനങ്ങളെ അർത്ഥവും ആഴവുമുള്ളതാക്കി ഈ നാളുകളിൽ തീർക്കുന്നു. ക്രിസ്തു ഒരിക്കലും തിന്മയുടെ കോംപ്രമൈസിംഗ് മിനിസ്ട്രി ചെയ്തിട്ടില്ല. തെറ്റിനോടും അനീതിയോടും പ്രതികരിച്ചു. അതുകൊണ്ടാണ് കുരിശ് ലോകത്തിന് പ്രത്യാശയായി ഭവിച്ചത്. ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അനുഭവങ്ങളെയും കുരിശിന്റെ സ്നേഹത്തിൽ പ്രത്യാശയോടെ കാണുവാൻ കഴിയുന്ന അഭിവന്ധ്യ തിരുമേനിയുടെ മാതൃക മാനുഷികമാണ്, അനുകരണീയമാണ്, ദൈവികമാണ്. ഈ ഭദ്രാസനത്തിന്റെ ഓരോ മൺതരിക്കും പുൽക്കൊടിക്കും പൂവിനും വിശ്വാസ സമൂഹത്തിനും ഭദ്രാസനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഇടയ സാന്നിധ്യം സുപരിചിതമാണ്, പ്രചോദനമാണ്. സത്യം തുറന്നു പറയുവാനുള്ള അപാര ധൈര്യം ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. രാവിലെ 7:30 വൈകിട്ട് 7:30 അരമന ചാപ്പലിലെ പ്രാർത്ഥനയിലും തുടർന്ന് വ്യക്തിപരമായ ഡിവോഷനിൽ ദീർഘനേരം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അഭിവന്ധ്യ തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതാശൈലിയാണ് ഈ ഭദ്രാസനത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയുടെ ഘടകം. ഇതൊന്നു തന്നെയാണ് കഴിഞ്ഞ വർഷം തനിക്ക് കൈമുത്തും സമ്മാനങ്ങളുമായി ലഭിച്ച 1.5 കോടിയോളം രൂപ രസീത് നൽകി കണക്കിൽ ചേർത്ത് ഭദ്രാസനത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചത് ഏവർക്കും അറിവുള്ളതാണെന്ന്. ഉന്നതങ്ങളിൽ തന്റെ ശ്രേഷ്ഠത്തെ സ്തുതിക്കുന്ന ക്രോബേന്മാരോടും കാദീശു പാടുന്ന സാഫേന്മാരോടും കൂടെ നിരന്തരം സ്തുതി കരേറ്റുവാൻ നിയോഗം ലഭിച്ച അഭിവന്ധ്യ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ തിരുമേനി ഈ ഉദ്ഘാടന മീറ്റിംഗിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നേതൃത്വം നൽകുന്നു. 62ാമത് ചുങ്കത്തറ കൺവെൻഷനിലേക്ക് ഭദ്രാസനത്തിന്റെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പട്ടക്കാരുടെയും സുവിശേഷകരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും പേരിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ വേറിട്ട പ്രവർത്തന ശൈലിയുടെ ഉടമയാണ് അഭിവന്ധ്യ ഡോക്ടർ സക്കറിയാസ് മാർ തെയോഫിലോസ് മെത്രോപൊലിത്ത തിരുമേനി. ദീർഘകാലം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ മൂവ്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന അഭിവന്ധ്യ തിരുമേനി അനുകരണീയമായ നേതൃത്വത്തിന്റെ ഉടമയാണ്. അഭിവന്ധ്യ തിരുമേനി ജോൺ ബി ചെറിയാൻ അച്ഛനായിരുന്ന കാലത്ത് 87ാമത് NGOCSM നാഷണൽ കോൺഫറൻസ് അടൂർ സെന്റ് സിറിൽസ് കോളേജിൽ നടക്കുമ്പോൾ അതിൻ്റെ ജോയിന്റ് കൺവീനറായും 96, 97, 98, 99 വർഷങ്ങളിൽ പരിമല പെരുന്നാളിന് ശേഷം നടക്കുന്ന NGOCSM വാർഷിക മീറ്റിംഗിൽ പാടുന്ന ഗായക സംഘത്തിൽ പാടുവാനും സംബന്ധിക്കുവാനും ഒരു മാർത്തോമാക്കാരനായി പങ്കെടുക്കുവാൻ ബലഹീനനായി എനിക്ക് ലഭിച്ച ഭാഗ്യം ഈ സമയം മഹാഭാഗ്യമായി
ഞാൻ കരുതുന്നു. മനുഷ്യസ്നേഹിയും പ്രാർത്ഥനാ മനുഷ്യനുമായ കാലം ചെയ്ത യൗസേബിയോസ് തിരുമേനിയുമായി അടുത്ത ഇടപഴകിയത് കൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ ധാരാളം ശ്രേഷ്ഠ ഗുണങ്ങൾ ഈ ഇടയശ്രേഷ്ഠനിലും കാണുവാൻ കഴിയുന്നു. അഭിവന്ദ്യ തിരുമേനി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ കൺവെൻഷന് തന്നെ ധാരാളമായ ദൈവകൃപ ലഭിക്കുകയാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ദ ടച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ സ്പർശനം നേരിട്ട് തൊട്ടറിഞ്ഞ വ്യക്തിത്വമാണ് അഭിവന്ദ്യ തിരുമേനി. കഴിഞ്ഞ വർഷം ഈ സമയം അനേകർ അഭിവന്ദ്യ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ അനേകർക്ക് പ്രചോദനമായി തീരുവാൻ അഭിവന്ദ്യ തിരുമേനിയുടെ സാന്നിധ്യം ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. മലയാള മനോരമ ഞാൻ വായിച്ചതായ എഡിഷനിൽ പബ്ലിഷ് ചെയ്തതായ വാർത്തയായിരുന്നു ഇന്നത്തെ എൻ്റെ തോട്ട് ഫോർ ഡേ. ഇന്നലത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ അഭിവന്ദ്യ തിരുമേനിയുടെ പ്രസംഗം തീർച്ചയായിട്ടും നമ്മുടെ കൺവെൻഷൻ അഭിവന്ദ്യ തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ്. ഭദ്രാസന എപ്പിസ്കോപ്പാപ്പിന്റെ സ്തെഫാനോസ് തിരുമേനിയുടെ പേരിലും കൺവെൻഷൻ കമ്മിറ്റിയുടെ പേരിലും ഭദ്രാസനത്തിലെ എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെ പേരിലും സ്നേഹാദരവുകളോടെ ഏറ്റവും വിനയപുരസ്സരം അഭിവന്ദ്യ തിരുമേനിയെ സ്വാഗതം ചെയ്യും. ഈ വർഷത്തെ കൺവെൻഷനിൽ നമുക്ക് നേതൃത്വം നൽകുന്നത് അഭിവന്ദ്യ റൈറ്റ് റെവറൻ ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനി, റെവറൻ ഫാദർ ജേക്കബ് മഞ്ഞളി, റെവറൻ ടി എ വർഗീസ്, പ്രൊഫസർ ജോളി തോമസ്, സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ പ്രവർത്തകർ എന്നിവരാകുന്നു. ഓരോ ദിവസങ്ങളിലും വിശദമായി അവരെ സ്വാഗതം ചെയ്യുന്നുള്ളത് കൊണ്ട് സമയം കളയുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അസാന്നിധ്യത്തിൽ അവരെ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭദ്രാസനത്തിന്റെ ബിഷപ്പ് സെക്രട്ടറി ബഹുമാനപ്പെട്ട മനോജ് മാത്യൂസ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസന ട്രഷറർ ശ്രീ ടി സി ഗി വർഗീസ് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വികാരി ജനറൽ റെവറൻ ഡോക്ടർ ജയൻ തോമസ് അച്ഛൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വർഷത്തെ കൺവെൻഷന് ചുക്കാൻ പിടിക്കുന്നത് ജനറൽ കൺവീനർ റെവറൻ തോമസ് മാത്യു പി, സെക്രട്ടറി ശ്രീ സി എസ് വർഗീസ്, ട്രഷറർ ശ്രീ ടി വി കുര്യൻ, അക്കൗണ്ടന്റ് ശ്രീ മോനി മാത്യു, സഭാ കൗൺസിൽ അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, ജനറൽ കമ്മിറ്റി അംഗങ്ങൾ, ബഹുമാനപ്പെട്ട പട്ടക്കാർ, സുവിശേഷകർ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘാംഗങ്ങൾ, വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകുന്ന കമ്മിറ്റി അംഗങ്ങൾ, അഭിവന്ദ്യ തെയോഫിലോസ് തിരുമേനിയോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന സെക്രട്ടറി അച്ഛൻ, വിവിധ സഭാവിഭാഗങ്ങളിലെ പട്ടക്കാർ, പ്രത്യേകിച്ച് മാർത്തോമ സഭയിലെ സീനിയർ പട്ടക്കാരൻ ചാക്കോ തോമസ് അച്ഛൻ, കർണാടകയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ, വിശ്വാസ ചെറുതും വലുതുമായ വിവിധ രീതിയിൽ സഹായിക്കുന്ന വിവിധ വ്യക്തികൾ, സമൂഹങ്ങൾ, ഇടവകകൾ, പ്രാർത്ഥനയോടും സമർപ്പണത്തോടും ഈ കൺവെൻഷനിലേക്ക് ഒരുങ്ങി വരുന്ന ഏവരെയും ഭദ്രാസന എപ്പിസ്കോപ്പ തിരുമേനിയുടെ പേരിലും കൗൺസിലിൻ്റെ പേരിലും കൺവെൻഷൻ കമ്മിറ്റിയുടെ പേരിലും ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ടല്ല എന്ന് മനസ്സിലാക്കി ഏവർക്കും സ്വാഗതം. വചനത്തിൻ്റെ അഗ്നിസ്പർശത്താൽ ജനഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന നാളുകളായി ഈ ദിനങ്ങൾ തീരട്ടെ. വെറും ആൾക്കൂട്ടവും പ്രകടനപരതയുമായി തീരാതെ തെറ്റുകളിലും പരാജയങ്ങളിലും വേദനകളിലും പെട്ടുള്ളുന്ന അനേകർക്ക് ജീവന്റെ പ്രകാശമായി വഴിവെളിച്ചമായി ഈ കൺവെൻഷൻ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും പിൻവാങ്ങുന്നു. ഏവർക്കും 62ാമത് കൺവെൻഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ ഗീതങ്ങൾ, അതുപോലെ തന്നെ കൺവെൻഷൻ ഗീതങ്ങളുടെ CD നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ശക്തിയും ബലവും ധൈര്യവും പ്രത്യാശയും നൽകുന്ന അനുഭവങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൺവെൻഷൻ ഗീതങ്ങൾ 2015 അതിൻ്റെ CD
ഇപ്പോൾ അഭിവന്യ ഡോക്ടർ സക്കറിയാസ് മാർ തിയോഫിലോസ് തിരുമേനിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. ഈ വർഷം മുതൽ കൺവെൻഷൻ പ്രസംഗങ്ങളുടെ DVD നമ്മൾ എല്ലാവർക്കും ലഭ്യമാകത്തക്ക വിധത്തിൽ ക്രമീകരിക്കുകയാണല്ലോ. അതിൻ്റെ പ്രാരംഭ ഘട്ടമെന്ന നിലയിൽ 2014 ആണ്ടിലെ അഭിവന്യ തിരുമേനിയുടെ സമാപന സന്ദേശത്തിൻ്റെ DVD പ്രകാശനം. കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷൻ അതിൻ്റെ ശ്രേഷ്ഠ പാരമ്പര്യങ്ങളും തനിമയും തുടരുന്നതോടൊപ്പം കാലത്തിനനുസരണമായ പല മാറ്റങ്ങളും സ്വീകരിക്കാറുണ്ട്. മനോഹരമായ ആശയാവിഷ്കാരങ്ങളും ധ്യാന നിമിഷങ്ങളും അനുതാപ സന്ദർഭങ്ങളും പ്രഗത്ഭരായ വാഗ്മികളുടെ ഉന്നതമായ ദർശനങ്ങളും ഒരിക്കൽ കൂടി കൺവെൻഷൻ പ്രസംഗങ്ങളുടെ DVD ഈ വർഷം ലഭ്യമാക്കുകയാണ്. ശബ്ദ ദൃശ്യാവിഷ്കാരങ്ങളോടെ പ്രസംഗങ്ങൾ നമ്മുടെ കൈകളിൽ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ 2014 കൺവെൻഷനിൽ അഭിനന്ദ ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ് തിരുമേനി നിർവഹിച്ച സമാപന സന്ദേശത്തിൻ്റെ DVD പ്രകാശനം ചെയ്യുന്നതിനായി ഭദ്രാസനാധ്യക്ഷൻ അഭിനന്ദ ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ് എപ്പിസ്കോപ്പിയെയും ഏറ്റുവാങ്ങുന്നതിനായി റൈറ്റർ ഡോക്ടർ സക്കറിയ മാർ തിയോഫിലോസ് മെത്രാപ്പോലീത്തയെയും ക്ഷണിക്കുന്നു.